അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ തന്നെയാണ് രണ്ട് ഫോർമാറ്റിലെയും ക്യാപ്റ്റൻ. ശ്രേയസ് അയ്യർ ഏകദിനത്തിൽ വൈസ് ക്യാപ്റ്റനാകും. ഏകദിനത്തിൽ നിന്ന് ഋഷഭ് പന്തിനെ ഒഴിവാക്കുകകൂടി ചെയ്തിട്ടുണ്ട്. KL രാഹുലാണ് ടെസ്റ്റിലെ വൈസ് ക്യാപ്റ്റൻ. ഇതോടെ ഋഷഭ് പന്തിൻ്റെ കാര്യം കൂടുതൽ പരുങ്ങലിലായി. എല്ലായ്പ്പോഴും എന്ന പോലെ ബെസ്റ്റ് ടെസ്റ്റ് പ്ലെയറായി നമുക്ക് പന്തിനെ വേണമെന്നാണ് ഏകദിനത്തിൽ നിന്ന് പന്തിനെ പുറത്താക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യ സെലക്ടർ കൂടിയായ അജിത് അഗാർക്കർ മറുപടി പറഞ്ഞത്. അതിന് ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റൻ സ്ഥാനം കൂടി ഒഴിവാക്കിയത് എന്തിനെന്ന് അഗാർക്കറിന് മാത്രമേ അറിയൂ. മലയാളി താരം സഞ്ജു സാംസൺ ഏകദിന ടീമിൽ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പകരം ഇഷാൻ കിഷനാണ് ഏകദിനത്തിൽ രണ്ടാം കീപ്പർ. ഏകദിന ടെസ്റ്റ് ടീമുകളുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പതിവ് പോലെ വിമർശനങ്ങളും എത്തിയിട്ടുണ്ട്. പ്രധാനമായും ക്യാപ്റ്റൻ ഗില്ലിൻ്റെ വലിയ ഇടപെടൽ രണ്ട് ടീമിലും ഉണ്ടെന്നാണ് വിമർശനം. ടെസ്റ്റിലേക്ക് നോക്കുമ്പോൾ വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ജസ്പ്രീത് ബുംറയ്ക്ക് രണ്ട് ഫോർമാറ്റിലും മുഹമ്മദ് സിറാജിന് ഏകദിന ടീമിലും വിശ്രമം അനുവദിച്ചപ്പോൾ പുതുമുഖങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നുള്ള താരങ്ങളെയാണ് കുത്തിനിറച്ചതെന്ന ആക്ഷേപമുണ്ട്. അർഹതപ്പെട്ടവരെ തഴഞ്ഞാണ് ഗുജറാത്തിലെ സഹതാരങ്ങളെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് ചിലർ വാദിക്കുന്നു. പെർഫോമൻസ് മാനദണ്ഡമാക്കിയില്ലെന്നാണ് വിമർശനം. ഏകദിന ടെസ്റ്റ് ടീം നോക്കുമ്പോൾ ഉറപ്പായും ഗുജറാത്ത് ടൈറ്റൻസ് താരങ്ങളുടെ തള്ളിക്കയറ്റം കാണാനാകും. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ 7 താരങ്ങളാണ് ഇന്ത്യൻ ടീമിലുള്ളത്. ഇതിൽ ചിലർ നേരത്തെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണെന്നത് ശരി തന്നെ. ക്യാപ്റ്റൻ ഗില്ലിനെ കൂടാതെ സായ് സുദർശൻ, വാഷിംഗ്ടൺ സുന്ദർ, മുഹമ്മദ് സിറാജ്, പ്രസീദ് കൃഷ്ണ, ഗുർനൂർ ബ്രാർ, മാനവ് സുധാർ എന്നിവരാണ് ടെസ്റ്റ് ടീമിലുള്ളത്. അക്സർ പട്ടേലിനെ ഒഴിവാക്കിയാണ് വാഷിംഗ്ടൺ സുന്ദറിന് അവസരം നൽകിയത്. അക്സർ IPL-ൽ മോശം ഫോമിലെങ്കിലും തൊട്ടു മുൻപ് നടന്ന സീരീസുകളിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. വാഷിംഗ്ടൺ ആവട്ടെ ഈ IPL-ലധികം ബോൾ ചെയ്തിട്ടില്ല. ബാറ്ററുടെ റോളിലാണ് അദ്ദേഹത്തെ GT കളിപ്പിക്കുന്നത്. വിക്കറ്റ് ടേക്കിംഗ് ബോളറായ നിർണായക സമയത്ത് ബാറ്റ് കൊണ്ടും സംഭാവന നൽകാറുള്ള അക്സർ പട്ടേലിനെ ഏകദിന ഫോർമാറ്റിൽ നിന്ന് മാറ്റി നിർത്തിയത് ശരിയായില്ലെന്നാണ് ആരാധകരുടെ പക്ഷം. അടുത്ത വർഷം ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കെ ഇന്ത്യൻ ടീമിൽ നിർണായക സാന്നിധ്യമാകാൻ സാധ്യതയുള്ള താരമാണ് സ്പിൻ ഓൾറൗണ്ടറായ അക്സർ. പേസർമാരിലേക്ക് വന്നാൽ മുഹമ്മദ് ഷമിയെയും അക്കിം നബിയെയും തഴഞ്ഞ സെലക്ടർമാർ ടീമിലെടുത്തത് ഗുർനൂർ ബ്രാറിനെയാണ്. പരിക്ക് മാറിയെത്തിയ ഷമി നേരത്തെ ബംഗാളിനായും ഇപ്പോൾ LSGക്കായും നന്നായി പന്തെറിയുന്നുണ്ട്. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ഉറപ്പായും പേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നയിക്കാനുള്ളത് ഷമിയായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടി ഷമിയെ അവഗണിച്ചു. ഇതോടെ ഷമിയുടെ അന്താരാഷ്ട്ര കരിയർ ഏറെക്കുറെ തീർന്നുവെന്ന് പറയാം. ഇനി ഒരിക്കലും അദ്ദേഹത്തെ ഇന്ത്യയുടെ കുപ്പായത്തിൽ പരിഗണിക്കാനിടയില്ല. ആക്കിബ് നബിക്ക് ഇപ്പോൾ അവസരം നൽകിയില്ലെങ്കിൽ ഇനി എന്ന് നൽകാനാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ജമ്മു കാശ്മീരിനായി 212 വിക്കറ്റുകൾ നേടിയ താരമാണ് അദ്ദേഹം. 3.5 എന്ന മോഹിപ്പിക്കുന്ന ഇക്കോണമിയും അദ്ദേഹത്തിനുണ്ട്. ചരിത്രത്തിലാദ്യമായി ജമ്മു കാശ്മീർ രഞ്ജി ചാമ്പ്യന്മാരായത് അക്യുബിൻ്റെ കൂടി മികവിലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ തഴഞ്ഞു. എന്നാൽ പകരമെത്തിയ ഗുർനൂർ ബ്രാർ ആവട്ടെ 18 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും 9 ലിസ്റ്റ് മത്സരങ്ങളും മാത്രമാണ് ഡൊമസ്റ്റിക്കിൽ കളിച്ചിട്ടുള്ളത്. എന്നിട്ടും രണ്ട് ഫോർമാറ്റിലും ഇന്ത്യൻ ടീമിലെത്താൻ ബ്രാറിന് കഴിഞ്ഞത് ഗില്ലിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ആരാധകർ വാദിക്കുന്നു. ടീം പ്രഖ്യാപനത്തിന് BCCI സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഗവാസ്കർ നടത്തിയിരിക്കുന്നത്. ആക്യൂബ് നബിയെ തഴഞ്ഞ് ബ്രാറിനെ ടീമിലെടുത്തതിനേക്കാൾ വലിയ പക്ഷപാതം താൻ കണ്ടിട്ടില്ലെന്നാണ് ഗവാസ്കർ പറയുന്നത്. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിലേക്ക് ആക്യൂബ് നബിയെ മറികടന്ന് ബ്രാറിനെ തിരഞ്ഞെടുത്തത് അമ്പരപ്പിക്കുന്ന തീരുമാനമാണ്. ബ്രാർ IPL-ൽ ഗുജറാത്തിൻ്റെ താരമാണ്. ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായ ഗിൽ തന്നെയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ടീമിൻ്റെ നായകനും. അതുകൊണ്ട് സെലക്ഷന് പിന്നിലെ കാര്യങ്ങൾ വ്യക്തമാണ്. ഗവാസ്കർ തുറന്നടിക്കുന്നു. ഗുജറാത്തിലെ 8 താരങ്ങൾ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചത് കളി മികവ് കൊണ്ട് മാത്രമല്ലെന്നും പറയുന്നു ഗവാസ്കർ. ടെസ്റ്റിൽ അക്സർ പട്ടേലും പേസർ ആകാശ് ദീപും പുറത്തുപോയപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള ലെഫ്റ്റ് ആം സ്പിൻ ഓൾറൗണ്ടർ മാനവ് സുധാറിനെയും ഗുർനൂർ ബ്രാറിനെയും ലെഫ്റ്റ് ആം സ്പിന്നറായ വിദർഭയുടെ ഹർഷ് ദുബെയെയും ഉൾപ്പെടുത്തി. IPL-ൽ മികച്ച പ്രകടനം നടത്തുന്ന LSGയുടെ പ്രിൻസ് യാദവിനും ഇതാദ്യമായി ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിയെത്തി. രോഹിത്തിനെയും പാണ്ഡ്യയെയും ഏകദിനത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഫിറ്റ്നസ് വീണ്ടെടുക്കേണ്ടതുണ്ട്. ഹാംസ്ട്രിങ് ഇഞ്ചുറിയെ തുടർന്ന് 5 മത്സരങ്ങളിൽ രോഹിത് ഈ IPL-ൽ കളിച്ചിട്ടില്ല. പുറംവേദനയെ തുടർന്ന് പാണ്ഡ്യയും മുംബൈ ടീമിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സഞ്ജു സാംസൺ ഏകദിന ടീമിൽ ഇടം പിടിക്കുമെന്ന് ഏവരും ഉറപ്പിച്ചതാണ്. എന്നാൽ സഞ്ജുവിനെ പരിഗണിക്കുക പോലും ചെയ്തില്ല. ഇന്ത്യക്ക് ലോകകപ്പ് സമ്മാനിച്ച ഫോം IPL-ലും തുടരുന്ന സഞ്ജുവിനെ ഫോർമാറ്റ് വേറെയെങ്കിലും ടീമിൽ ഇടമുണ്ടാകുമെന്നാണ്
എല്ലാവരും പ്രതീക്ഷിച്ചത്. വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൻ്റെ പ്ലാനിൽ തീർച്ചയായും ഉണ്ടാകേണ്ട താരം കൂടിയാണ് സഞ്ജു. ലോകകപ്പ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു. അവിടുത്തെ കണ്ടീഷനിലും നല്ല സ്കോർ സഞ്ജു നേടിയിട്ടുണ്ട്. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തന്നെയായിരുന്നു സഞ്ജു അവസാനമായി ഏകദിന മത്സരം കളിച്ചതും. ആകെ 16 ഏകദിനത്തിൽ നിന്ന് 56 റൺസ് ശരാശരിയിൽ 510 റൺസ് നേടിയിട്ടുണ്ട്. ടോപ്പ് ഓർഡർ ബാറ്ററും സീനിയർ താരവുമായ രോഹിത് ശർമ്മയ്ക്ക് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കൂടിയുള്ള സ്ഥിതിക്ക് ഒരു വർഷത്തിനപ്പുറം നടക്കുന്ന ലോകകപ്പിൽ സഞ്ജുവിനെ പോലെ സമ്മർദ്ദമെല്ലാം കൂളായി നേരിടുന്ന ഒരു താരം ഉറപ്പായും ഇന്ത്യക്ക് വേണം.